വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ കോലം നോക്ക്, അയ്യോ. പക്ഷെ ഇൻട്രോ പറയുമ്പം വന്നല്ലേ പറ്റും. ഞാൻ ഉറക്കം എണീറ്റതേ ഉള്ളൂ, ഉച്ചയാണിപ്പം. ബേസിക്കലി ഇന്ന് ക്ലാസ് ഉണ്ട്, ബട്ട് ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഒന്നും വന്നില്ല ഓണം കഴിഞ്ഞിട്ട് ഇന്ന് ക്ലാസ് ആണ് തുടങ്ങുമെന്നൊന്നും. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കൊന്നും തുറന്നില്ല. പിന്നെ എന്തൊക്കെ അവധിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർത്തു നമ്മുടെ സ്കൂളിൽ നിന്ന് അവധിയാണ്, ബട്ട് യഥാർത്ഥത്തിൽ ഇന്ന് ക്ലാസ് ഉണ്ട്. പക്ഷേ 42 ആബ്സെൻറ്റീസാണ് ഈ ക്ലാസ്സിലുള്ളത്. കുറേ പേര് പോയില്ല, ഞാനും പോയില്ല, എൻ്റെ ഫ്രണ്ട്സും പോയില്ല, ആരും പോയില്ല. അങ്ങനെ അപ്പം ഞാനിപ്പോഴാണ് ഉറക്കം എണീറ്റ്. ഇന്നലെ ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, ഹൃദയപൂർവ്വം. അത് എന്താണ് ഒരു മണിയൊക്കെ ആയി സിനിമ കഴിഞ്ഞ് വന്നപ്പോൾ. ഞങ്ങൾ ലാസ്റ്റത്തെ ഷോയ്ക്കാണ് പോയത്. അപ്പോഴാണ് ടിക്കറ്റ് കിട്ടി പോയത്. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ മുടി നോക്കണ്ട, ഞാൻ കെട്ടി വെച്ചേക്കുമായിരുന്നു. പക്ഷേ വീഡിയോയിൽ ഇത്തിരിയെങ്കിലും കൊള്ളാമായിട്ടിരിക്കണ്ടേ, അതുകൊണ്ട് മാത്രം അയച്ചിട്ടതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ റൂമും ആകെ മെസ്സാണ്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം എന്ന്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഒരു ജസ്റ്റ് നോർമൽ ഒരു കാഷ്വൽ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻ്റെ റൂം മേക്ക് ഓവർ ചെയ്തിട്ട് ഞാൻ എസ്തെറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം. തൽക്കാലം നിങ്ങളിപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കഴിഞ്ഞ് വളരെ വൃത്തിയുള്ള ഒരു റൂമായിരുന്നു. പിന്നെ എന്താണ് ഇതിന് പറ്റിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഇന്നലെ കല്യാണത്തിന് പോയ ഡ്രസ്സാണ് കിടക്കുന്നത്. ഇത് ജിമ്മിലിട്ടത്, എൻ്റെ മാറ്റി മാറ്റി ഇട്ട ചെരുപ്പുകൾ, അത് അമ്മയുടെ വീട്ടിൽ ഇരുന്ന ചെരുപ്പ്. അതൊക്കെ എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് ഇതെല്ലാം മടക്കി വെച്ച തുണികളാണ്. ഇതെനിക്ക് വന്ന കൊറിയർ, ഞാൻ പറഞ്ഞ റൂം മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്തൊരു സംഭവം ആണത്. അതിലെന്തോ ആണ്, അത് തുറന്നു നോക്കിയില്ല. ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. ഇതെനിക്കിന്ന് വൃത്തിയാക്കണം. സോഫ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിങ്ങോട്ട് വരും, ഇതങ്ങോട്ട് പോകും കേട്ടോ. പക്ഷേ ഇത് അവൻ രാത്രി മാറ്റിയിടുന്നതാണ്, അവൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന്. തൽക്കാലം നമ്മളിപ്പോൾ സോഫ ഇങ്ങനെ ഇട്ട് മാറ്റിയിടും. അന്ന് സദ്യ കഴിക്കാൻ വേണ്ടി മാറ്റിയതാണ്, ഇതുവരെ ശരിയാക്കിയില്ല. ഇന്ന് വീട്ടിൽ ആരുമില്ല, ബൈ ഞാൻ ഒറ്റയ്ക്കാണ് അന്ന് വീട്ടിലുള്ളത്. സോ നമുക്ക് വെട്ടമില്ല, ഞാൻ ലൈറ്റ്. നമുക്ക് ചിക്കൻ കറി ഉണ്ട്, പിന്നെ പുട്ടും ആണ് നമുക്കുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ എന്താണാകും. ഉച്ചയ്ക്ക് നീ അമ്മയ്ക്ക് അറിയാം ഞാൻ ഉച്ചയ്ക്ക് എണീറ്റ് വരുമെന്ന്. ഇതിനകത്തും കുറച്ച് പുട്ടും പൊറോട്ട ഇരിക്കുന്നുണ്ട്. അത് കഞ്ഞിയാന്ന് തോന്നുന്നു. സോ പുട്ടാണ് ബേസിക്കലി നമുക്കിന്ന് കഴിക്കാനുള്ള ഫുഡ് എന്ന് പറയുന്നത്. ബിക്കോസ് അമ്മയ്ക്കറിയാൻ ഞാൻ ഉച്ചയ്ക്ക് ഉറക്കണിച്ച് വരുള്ളൂ, അതുകൊണ്ട് ചോറ് ഉണ്ടാക്കിയിട്ടില്ല. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ചോറ്, ഐ ഡോണ്ട് ലൈക്ക്. അത് കണ്ട് ബോറടിച്ചില്ല. സോ ഫുഡ് കഴിക്കണം. ഓൾസോ എനിക്ക് ഞാൻ ഇന്നലത്തെ ബിഗ് ബോസ് കണ്ടിട്ടില്ല. ബിഗ് ബോസ് കണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ക്ലീനിങ് തുടങ്ങാം, എന്നിട്ട് പോയി സ്കിൻ കെയർ ചെയ്യാം. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗുവ ജ്യൂസാണ്. ആൻഡ് ഒരു പൊറോട്ട ഉണ്ടായിരുന്നു ഇന്നലെ വാങ്ങിച്ച. കുറച്ച് പുട്ടേ എടുത്തിട്ടുള്ളൂ, ഇനി പുട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാറിയില്ലെങ്കിൽ ഞാൻ എടുക്കും. ആൻഡ് വി ഹാവ് സം ബൗണ്ടി. എസ്പെഷ്യലി ലൈക്ക് ഇതെൻ്റെ ബ്രദറിനാണ്, എസ്പെഷ്യലി അല്ല, എൻ്റെ അനിയനാണ് ബൗണ്ടി കൂടുതൽ ഇഷ്ടം കമ്പയറിങ് ടു മീ. പക്ഷെ അവൻ വാങ്ങിച്ചതാണ്, അവൻ ഹോസ്റ്റലിൽ പോയി അവൻ കഴിച്ചില്ല. സോ ഇനി ഞാൻ വേണം ഇത് കഴിക്കാൻ. പാവം, എനിക്ക് സങ്കടം തോന്നി. ഞാൻ ഓർത്തില്ല ഇത് അവൻ കൊണ്ടുപോകുന്നതാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അവൻ കൊണ്ടുപോയില്ല. കുഴപ്പമില്ല, അവൻ ഇനിയിപ്പോൾ 13th വരും. 13th അവൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, സോ ദിസ് ഇസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഗുവ ജ്യൂസാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം കഴിക്കട്ടെ. ഈ മലയാണ് നമുക്കിന്ന് ശരിയാക്കാനുള്ളത്. ഫസ്റ്റ് തന്നെ എനിക്ക് വന്ന കൊറിയറല്ലേ, അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന ബേസിക്കലി ഞാൻ ബാത്റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊരു സംഭവമാണ്. എൻ്റെ ബാത്റൂമിൽ ആണ് ഞാൻ കൂടുതൽ എൻ്റെ സ്കിൻ കെയർസ്, മേക്കപ്പ് സാധനങ്ങളല്ലല്ലോ, സ്കിൻ കെയർസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്നത്, ഈ DIY ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിന് വെക്കാൻ സ്പേസ് ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഓർഡർ ചെയ്തത്. ഇത് നല്ല രസമുണ്ട്. ആൻഡ് ഇത് നല്ല കുറച്ചുകൂടെ കമ്പാരിറ്റീവ് ടു മൈ അതർ ആ ഒരു സ്റ്റോറേജ്, ലൈക്ക് ആ ഒരു സംഭവത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്ട്രോങ് ആണിത്. ആൻഡ് നമുക്കിതിനോട് ആണിയും ഉണ്ട്, ഈ ടേപ്പ് ഡബിൾ സൈഡ് പോലത്തെ. ഡബിൾ സൈഡ് അല്ല, ഇതിനെന്താ പറയുന്നത് എനിക്ക് പേര് അറിഞ്ഞൂടാ. ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഈ സംഭവമുണ്ട്. തൽക്കാലം ഞാൻ സ്റ്റിക്ക് ചെയ്താണ് വെച്ചിട്ടുള്ളത്, ഞാൻ ആണി അടിച്ചിട്ടില്ല. ബിക്കോസ് എനിക്കിനി പൊസിഷൻ വല്ലതും മാറ്റാൻ തോന്നിയാലോ. ആൻഡ് പിന്നെ ഞാൻ വന്നിട്ട് എൻ്റെ മല അങ്ങോട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വെച്ചു. ഈ മല ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതിനെല്ലാം കൂടെ എടുത്ത് കട്ടിലിട്ടിട്ട് കട്ടിലിൽ നിന്ന് നമുക്ക് അടുക്കി തുടങ്ങാം. അതായിരുന്നു എൻ്റെ പ്ലാൻ. ഫസ്റ്റ് ഈ ടേബിൾ ഒന്ന് വൃത്തിയാക്കുമ്പോൾ തന്നെ എൻ്റെ റൂമിലൊരു വെട്ടം വരും. എല്ലാ സാധനങ്ങളും ആകെ എൻ്റെ റൂമിൽ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ അധികം വേറെ എക്സ്ട്രാ ടേബിൾസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഇടുന്നത്. അപ്പം ആ സാധനങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് മാറ്റി. പിന്നെ
ഇതിൽ മിക്കതും കഴുകി വെച്ചിട്ടുള്ള തുണികളായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് മടക്കി വെക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഇങ്ങനെ സ്പീഡിൽ കാണുമ്പോൾ എന്താ സാറ്റിസ്ഫാക്ഷൻ, എത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്നറിയും. ഞാൻ ഒരു ദിവസം മൊത്തം എടുത്ത് ചെയ്ത്, ഒരു ദിവസമല്ല, ഒരു ദിവസത്തിൻ്റെ പകുതിയോളം. ഉച്ചയ്ക്ക് എണീറ്റും ഫുഡ് കഴിച്ചു, പിന്നെ തുടങ്ങിയ ക്ലീനിങ് ആണ്. എന്നിട്ട് ഞാൻ ജിമ്മിൽ പോയി വന്നിട്ടാണ് ഞാൻ റെസ്റ്റ് എടുക്കുന്നത്. സോ കണ്ടിന്യൂസ് ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആൻഡ് കുറേ പേരൊന്നും ചോദിക്കാറുണ്ട്, ഐ ഹാവ് ലൈക്ക് കുറച്ച് ബാഗ്സ് ആൻഡ് ഫുഡ് ബെയർസൊക്കെ. അതിനിപ്പോൾ ഇയറിങ്സ് ആയാലും ഒക്കെ ദ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാതെ നമുക്ക് ഇത്രയും കളക്ഷൻസ് ഒരിക്കലും കിട്ടില്ല. ഞാൻ അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ടാണ് എൻ്റെ മിക്ക സാധനങ്ങളും സൂക്ഷിച്ച് വെക്കുന്നത്. ഐ മീൻ ഇപ്പോൾ ഈ ജ്വല്ലറീസ് ആണെങ്കിലൊക്കെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡീക്ലട്ടർ ചെയ്യും, ഒന്ന് മിസ്സായതിനെ മാറ്റി വെക്കും, പിന്നെ എപ്പോഴെല്ലാം അത് കിട്ടുകയാണെങ്കിൽ ഞാനത് യൂസ് ചെയ്യും. അങ്ങനെ ഞാൻ എപ്പോഴും സെപ്പറേറ്റ് ചെയ്ത്, ഇപ്പം ഈ ഹെവി ജ്വല്ലറീസ് ആണെങ്കിലൊക്കെ അതിനനുസരിച്ചിടും. പിന്നെ ഈ വലിയ കമ്മലിടുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ചെവി തൂങ്ങാതിരിക്കുന്നതെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ബേസിക്കലി ഞാൻ ഡെയിലി ബേസിസിൽ വലിയ കമ്മലിടാറില്ല, എപ്പോഴും സ്റ്റഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ഫംഗ്ഷനൊക്കെ മാത്രമേ ഇടുകയുള്ളൂ. എൻ്റെ ചെവി എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഹോള് അത്യാവശ്യം വലുതാവുകയും ചെയ്യും, എന്നാൽ പെട്ടെന്ന് ചെറുതാവുകയും ചെയ്യും. അതെന്താണെന്ന് അറിഞ്ഞൂടാ, അങ്ങനെ ഒരു ചെവിയാണ് എൻ്റെത്. മേ ബി അതുകൊണ്ടായിരിക്കാം. ഞാൻ ക്ലീനാക്കി. അതിൻ്റെ ചാർജർ കണ്ടോ, എത്ര കഷ്ടപ്പെട്ടാണെന്ന് അറിയാം ഞാനെല്ലാം ക്ലീനാക്കിയത്. ഓൾസോ ഞാൻ എൻ്റെ ജ്വല്ലറീസും ഡീക്ലട്ടർ ചെയ്തു. ഇത് ശരിയാക്കാൻ പറ്റിയില്ല, ഇത് പൊട്ടിപ്പോയി. പക്ഷേ അതേ സെയിം ബീഡ്സ് ഞാൻ വാങ്ങിച്ചിട്ട് അത് ശരിയാക്കി എടുക്കും. ബട്ട് അതർവൈസ് മൈ ജ്വല്ലറീസ് ആർ ഓർഗനൈസ്ഡ്. പിന്നെ ഈ മാലകൾ ഭയങ്കരമായിട്ട് കുരുങ്ങുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഡിന്നിലാണ് ഞാൻ ഇട്ട് വെച്ചത്, പക്ഷേ എല്ലാം കുരുങ്ങിയിരിക്കുവാണ്. അതെല്ലാം മാറ്റിയിട്ട് അതിന് പറ്റിയൊരു ഓർഗനൈസർ മീഷോന്ന് കണ്ടുപിടിക്കണം. സോ ഇവിടെയൊക്കെ ഓൾറെഡി ക്ലീനാണ്. ഓക്കെ, ആൻഡ് ഇവിടെയൊക്കെ ക്ലീനാക്കി. ആൻഡ് ഈ ബെഡ്ഷീറ്റൊക്കെ എനിക്ക് ഉടനെ വിരിക്കണം. ഇത് പില്ലോ കവറാണ് കേട്ടോ. ആൻഡ് ഇത് പ്ലെയിൻ ബെഡ്ഷീറ്റ്, ഇതിൻ്റെ കൂടെയും പില്ലോ കവർ ഉണ്ട്. ബട്ട് ഞാൻ ഇത് വിരിക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ കംഫർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടില്ല. കംഫർട്ടറും വരണം. ഞാൻ 2 പില്ലോസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വന്നിട്ട് ഈ ഒരു സെറ്റ് മൊത്തത്തോടെ വിരിക്കാമെന്നാണ് വിചാരിച്ചത്. ആൻഡ് നമ്മുടെ OG ബെഡ്ഷീറ്റ്, ഇപ്പോൾ ഞാനിതാണ് വിരിച്ചിട്ടുള്ളത്. ആൻഡ് അതെൻ്റെ ജിമ്മിൽ പോകാനുള്ള ബാഗാണ്. ഇനി ഒരു ഹാഫ് ആൻ അവറിൽ എനിക്ക് ജിമ്മിൽ പോകണം. ആൻഡ് ഹാളിലും ഞാൻ ഫുൾ ഒന്ന് തൂത്തൊക്കെ വാരി. നമ്മളിപ്പോൾ സോഫ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, കണ്ടോ. ഇപ്പം ഈ ഒരു പൊസിഷനാണ്, ഇത് മാറ്റണം. അപ്പം ഇതാ കിച്ചൺ ഓൾറെഡി ക്ലീൻ ആയിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് അതൊന്ന് തുണികളുണ്ടല്ലോ അത് കിച്ചണിൽ തുടച്ചതാണ്, അപ്പോൾ അത് ഉണക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ് അവിടെ. അപ്പോൾ ബാക്കി എല്ലാം ക്ലീനാണ്. കിച്ചണൊക്കെ ഓൾറെഡി ക്ലീനാണ്. പക്ഷേ തറയിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു, അത് ഞാൻ തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ആൻഡ് സിറ്റ് ഔട്ടിലും പെട്ടെന്ന് പൊടി പിടിക്കും, കാരണം റോഡാണ്, വണ്ടികൾ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് അവിടുത്തെ സിറ്റ് ഔട്ടിലും ഭയങ്കര പൊടി പിടിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ വൃത്തിയാക്കി. ഫുൾ പ്രൊഡക്റ്റീവ് എന്നല്ല, ഉച്ചയ്ക്കാണ് എണീറ്റത്, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഫുൾ പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഇനി ഞാൻ കുളിക്കുന്നൊന്നുമില്ല, ബിക്കോസ് ജിമ്മിൽ പോയിട്ട് വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. സോ ഇനി ജിമ്മിൽ പോട്ടെ, ബൈ. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വ്ളോഗിൽ, ഞങ്ങൾ കിച്ചണിലോട്ട് കുറച്ച് അടിപൊളി സാധനം വാങ്ങിച്ചൊന്ന്. അണ്ണാനാണോ അത്? എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണിത്. കണ്ടത് ഗ്ലാസ്സിൽ നമ്മൾ ചായ ഉണ്ടാക്കുന്ന ഒരു ചായ കോഫി എന്തും ഉണ്ടാക്കാം, ആ ഒരു സംഭവമാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. നമ്മളിത് വീഡിയോസിലേക്ക് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ നമ്മൾ കുറച്ച് ജ്യൂസ് ഗ്ലാസ്സൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ കണ്ടതാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണും ഉണ്ട്. ഹാൻഡിൽ വിത്ത് കെയർ ആണ് സംഭവം, പൊട്ടിപ്പോയില്ലെങ്കിൽ. ബട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലുള്ളതാണോ, അല്ലാതെ പറ്റി പിടിച്ചിരിക്കുന്നതാണ് അവരെ അടിയിൽ. അപ്പോൾ ഗ്ലാസ്സാണ് ഫുൾ, കണ്ടോ. ഫസ്റ്റ് പേടിയുണ്ടായിരുന്നു ഇതിൽ ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടു പോകുന്നൊക്കെ, പക്ഷേ അങ്ങനെയൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു. വലിയ ചായയൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടോ, ഭയങ്കര ക്യൂട്ടല്ലേ. ആൻഡ് വേറെയും കുറച്ച് പാത്രങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ബേസിക്കലി ഞാനിപ്പോൾ ജിമ്മിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നേ. ആ സമയത്ത് 3 പാഴ്സൽ വന്നു, ഞാൻ കാണിച്ചു തരാം. നല്ല വെയിറ്റ് ഉണ്ട് 3. ഒന്നിത് ഇതെന്താണാവോ ഈ ബോള്, ആൻഡ് ഒന്നിത്. ഇത് 3 എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. സോ നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ച് നോക്കാം. റൂം മേക്ക് ഓവറിൽ എന്തെങ്കിലും ആയിരിക്കും. ഫസ്റ്റ് ഇത് പൊട്ടിക്കാം. ഓക്കെ, ഇത് ഫ്രെയിമാണ്. ഞാൻ 3 ഫ്രെയിംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഈ വന്നിട്ടുള്ളത്. ഒന്നിത് ആൻഡ് ഒന്നിത്. ലൈക്ക് സൂപ്പർ ഗുഡ് ക്വാളിറ്റി, ഒന്നും പറ്റിയിട്ടില്ല. ടച്ച് വുഡ്. ഭയങ്കര യെല്ലോയിഷ് ആയിട്ടിരിക്കണം, കുറച്ച് ഓയിലിയാണ് ഫേസ്, അതായിരിക്കും മേ ബി ഒരു യെല്ലോയിനെസ് തോന്നുന്നത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റത്തെ ഐറ്റം. ഇവിടെ വെക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും റൂം മേക്ക് ഓവർ സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് യു ക്യാൻ ടെൽ മീ. സോ നെക്സ്റ്റ് ഈ ബോക്സ് ഇതെന്താണോ, ഇത് പൊട്ടിക്കാം.
നൈസ്. നമുക്ക് ഇനി ബെഡ്ഷീറ്റ് മാറ്റാം. അല്ല, പില്ലോ വന്നിട്ടില്ല, അതുപോലെ പില്ലോ കൂടെ വന്നിട്ട് മാറ്റാം. ദ കംഫർട്ടർ ഇസ് സോ ഗുഡ്. നല്ല സോഫ്റ്റ് ആണ് ആൻഡ് പ്രൈസിന് വർത്താണ്. ആൻഡ് ദസ് ഇസ് ഡുവൽ സൈഡ്. ഇതിന് ഒരു സൈഡ് ഗ്രേയും ഒരു സൈഡ് പൊട്ടിക്കാം. ഇതെന്താണ്? ഇത് പില്ലോ കവർ. പക്ഷേ ഇത് ഇത്ര കംപ്രസ്ഡ് ആക്കിയിട്ടാണ് ഇത് തന്നിരിക്കുന്നത് തോന്നുന്നു. യെസ്, ദിസ് ഇസ് പില്ലോ കവർ. സോ എല്ലാം വന്നു. നമുക്ക് പറ്റുവാണെങ്കിൽ ഇന്ന് ബെഡ്ഷീറ്റ് വിരിക്കാം. സോ ദാറ്റ് യെസ് ഇത് നമുക്കിത് വീർത്ത് വന്നു. ഞാനിത് പൊട്ടി. ഇത് കംപ്രസ്ഡ് ആക്കി ഇത് തന്നെയാണ് സംഭവം. ഓക്കെ നൈസ്. വീണ്ടും എൻ്റെ റൂം കൊള്ളായിട്ടുണ്ട്. ഞാനിത് കീറിയതും ഇതിങ്ങനെ പൊങ്ങി വന്നപ്പോൾ ഞാൻ ലിറ്ററലി മാജിക് വന്ന പോലെ ആയി. ഓക്കെ, സോ 2 പില്ലോ കവേഴ്സ്. സോ നമ്മൾ റൂം മേക്കർ ഓർഡർ ചെയ്ത മെയിൻ സാധനങ്ങൾ വന്നു. സോ ഇതൊക്കെ കൂടെ വെച്ചിട്ട് നമ്മൾ റൂം മേക്ക് ഓവർ / റൂം ടൂർ ചെയ്യാം. സോ ഇനി ഞാൻ വേഗം റെഡിയായി ജിമ്മിൽ പോട്ടെ. ഞാനിപ്പോൾ ജിമ്മിൽ പോയിട്ട് വന്നു. ക്യാൻ യു സീ സംതിങ് ബിഹൈൻഡ് ഓൺ മീ? സോ ലുക്ക് അറ്റ് ദാറ്റ്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തില്ല, അത് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദാറ്റ്. നല്ല രസമുണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് സംഭവം ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ബിക്കോസ് അതിനത്ര വെയിറ്റ് ഇല്ല. കൊള്ളാല്ലേ? അതിന് മുന്നേ ഇത് അവിടെ എന്തോ ആയി. ഇറിറ്റേറ്റിംഗ്. ആൻഡ് ഞാനിപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റുന്നില്ല. ബിക്കോസ് ഇത് വിരിച്ചിട്ട് വളരെ കുറച്ച് ദിവസമായതേ ഉള്ളൂ. ആൻഡ് വേറെ ഒരു റീസൺ ഉണ്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റീസൺ അതെന്താണെന്നല്ലേ, നമ്മൾ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കണം. പുതിയ ബെഡ്ഷീറ്റ്, പുതിയ കംഫർട്ടറൊക്കെ ഇട്ട്, പുതിയ കംഫർട്ടർ എന്നല്ല, പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റൂമൊക്കെ ഫുൾ ക്ലീൻ ആക്കി കുറച്ച് റൂം ഫ്രഷ്നറൊക്കെ വേണമെങ്കിൽ അടിക്കാം. എന്നിട്ട് നമ്മൾ നല്ലോണം കുളിക്കണം. കുളിച്ച് കയ്യിലും കാലിൽ ഹെയറൊക്കെ കളഞ്ഞ് ഫുൾ നമ്മൾ ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കണം. സ്കിൻ കെയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് പുതിയ ബെഡിൽ കിടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. എന്തായാലും എത്ര ഗേൾസിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ എനിക്കിത് ഭയങ്കര റിലേറ്റബിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ തന്നെ ഭയങ്കര എന്തൊക്കെയോ ചെയ്ത് എനിക്ക് വേണ്ടി എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ ഞാൻ വെച്ചു അങ്ങനെ വരട്ടെ. ഞാൻ സവാനൊരു നൈറ്റ് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടാകുന്നത് ഇതുവരെ വന്നില്ല. ഓണത്തിന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അത് വന്നിട്ട് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ റൂം ടോറൊക്കെ ചെയ്യുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഈ സംഭവം സ്റ്റിക്ക് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ആൻഡ് പിന്നെന്താ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഭയങ്കര റോ ആൻഡ് അൺഫിൽറ്റേർഡ് ആയിരിക്കും. വിത്തൗട്ട് മേക്കപ്പ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോ മൊത്തം. ആൻഡ് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ച് ലെങ്ത് ആയി പോകും മേ ബി. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ടാറ്റാ.